ഹായ് വെൽക്കം ബാക്ക് ടു അബിസ്യൂഷൻ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ഫോണുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ സ്ക്രീനിൽ ഇങ്ങനെ തൊടുന്ന സമയത്ത് തന്നെ അതിങ്ങനെ സംസാരിച്ചു തുടങ്ങും. വളരെ ബുദ്ധിമുട്ടാണ് ഇത്. സത്യം പറഞ്ഞാൽ കണ്ണിന് കാഴ്ച കുറവുള്ള ആളുകൾക്കുള്ള ഒരു സെറ്റിംഗ്സ് ആണ് നമ്മുടെ ഫോണിൽ. പക്ഷേ നമ്മൾ അറിയാതെ നമ്മുടെ ഫോണിന്റെ പോക്കറ്റിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ബട്ടൺസ് അറിയാതെ പ്രസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത് വർക്കാവാൻ തുടങ്ങും. പലരും ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പല ആളുകളെടുത്തും പിന്നീട് ഈ ഫോൺ കൊണ്ട് നടക്കേണ്ടി വരും. ഞാനത് പറഞ്ഞു തരാം എങ്ങനെയാണ് ഈ സെറ്റിംഗ്സിലേക്ക് നമ്മൾ കടക്കുന്നത് എന്നുള്ളതും, അഥവാ ഇങ്ങനെ കുടുങ്ങിപ്പോയാൽ നമുക്ക് ഏതൊക്കെ ബട്ടൺസ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞുതരാം. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തുടർന്ന് ലൈക്ക് ബട്ടൺ, എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തൊക്കെ മറന്നു വരുന്നത്. പലരും വിചാരിക്കുന്നത് ഇപ്പോഴെനിക്ക് ഈ ഒരു പ്രശ്നം ഇല്ലല്ലോ എന്നുള്ള, പക്ഷേ ഏത് സമയത്താണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരാന്നറിയില്ല. നമുക്ക് പബ്ലിക്കിന്റെ മുന്നിലൊക്കെ നമുക്ക് ഈ ഫോൺ കൊണ്ടു നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു മൊബൈല്, എന്റെ തന്നെ മറ്റൊരു മൊബൈലാണെന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഫോൺ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. നമ്മൾ എവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും അത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓരോരോ ഓപ്ഷനെ കുറിച്ചിട്ട് ഇങ്ങനെ വിളിച്ച് പറയണം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ, പലർക്കും ഈ ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു ഫോണിന്റെ ബട്ടൺസ് നമ്മുടെ പോക്കറ്റിലൊക്കെ നമ്മൾ ഇടുന്ന സമയത്ത് പ്രസ് ആവുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. പലർക്കും ഇത് വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, അത് വളരെ ഉപകാരപ്പെടും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടില്ലല്ലോ എന്നുള്ളത്, പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇത് അറിയാതെ നമ്മൾ പ്രസ് ചെയ്ത് പോകുന്നതാണ്. ചിലപ്പോൾ പോക്കറ്റിലിട്ടിട്ടോ അല്ലാതെ തന്നെ നമ്മൾ അറിയാതെ കയ്യിലൊക്കെ നമ്മൾ അമർന്നു പോകുന്ന സമയത്തൊക്കെ വരും. ഇത് എങ്ങനെയാണ് ആവുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്കിവിടെ അതിനായി നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ്. ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്ന അഡീഷണൽ സെറ്റിംഗ്സ് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ അഡീഷണൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അഥവാ നമുക്ക് ഇങ്ങനെ കാണുന്നില്ല എങ്കിൽ, നിങ്ങളുടെ ഫോൺ അങ്ങനെ കാണുന്നില്ല എങ്കിൽ, നമുക്ക് ഒന്ന് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കൊന്ന് ബാക്ക് ചെയ്യാം. ബാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സെർച്ച് ഓപ്ഷനിൽ, അതായത് സെറ്റിംഗ്സിന്റെ സെർച്ച് ഓപ്ഷനിൽ ഒന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഓപ്ഷനിൽ, നമുക്കിവിടെ സെർച്ച് ഓപ്ഷനിൽ ടോക്ക് ബാക്ക് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. TALK ഉണ്ട്. ടോക്ക് ബാക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടോക്ക് ബാക്ക് ഇവിടെ വരുന്നുണ്ട്. അഡീഷണൽ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റിയിൽ ടോക്ക് ബാക്ക്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോക്ക് ബാക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ടോക്ക് ബാക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ വരും. വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇവിടെ ടോക്ക് ബാക്ക് ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ അറിയാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ബട്ടൺ പ്രസ് ആയി പോകുന്നതാണ് കണ്ടോ, ടോക്ക് ബാക്ക് ഓൺ ആയിട്ടുണ്ട്. പിന്നെ ഈ ഫോൺ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു വിധത്തിലും അത് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ നമുക്ക് വരും. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് ഓഫ് ആക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത്, ഇതല്ലേ, ഫോൺ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഫോൺ, എൻ്റെ ഇതിപ്പം വിവോ ആണ്, ഓപ്പോയിലാണെങ്കിലും വിവോയിലാണെങ്കിലും ഒക്കെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളെ ഈ ഒരു വോളിയം ബട്ടൺ ഇല്ലേ, അപ്പ് ആൻഡ് ഡൗൺ വോളിയം ബട്ടൺ, ആ രണ്ട് ബട്ടണും കൂടി ഒരുമിച്ച് ലോങ് പ്രസ് ചെയ്യുക. ഒരു 3 സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് ഓഫ് ആയിട്ടുണ്ട്. ടോക്ക് ബാക്ക് ഇപ്പം ഓഫായി. അപ്പോൾ ഇങ്ങനൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എപ്പോൾ വരികയാണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോക്ക് ബാക്ക് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇത് പലർക്കും അറിയാത്തൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോയിൽ കണ്ടതിന് ശേഷം ഇതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ വളരെ നല്ലതാണ്.